പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണല്ലോ. നമ്മുടെ ഇടവകയിലെ മാതൃവേദി അംഗങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുകയാണ്. മരിയ ഭക്തരാണ് നമ്മുടെ അമ്മമാർ. മാതാവിനോടുള്ള മാധ്യസ്ഥം പ്രത്യേകമായിട്ട് യാചിക്കുകയാണ്. ഞങ്ങളുടെ വാക്കുകളിലൂടെ, ഞങ്ങളുടെ കഴിവുകളിലൂടെ എല്ലാ അമ്മമാർക്കും ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഏവർക്കും ഉണ്ടാവുകയും ചെയ്യും. സ്നേഹം നിറഞ്ഞ അമ്മമാരെ, നിങ്ങളിവിടെ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും വളരെ മനോഹരമായിരുന്നു. നിങ്ങളുടെ സർവ്വ കഴിവുകളും സിദ്ധികളും ഉപയോഗിച്ച് ആത്മാർത്ഥതയോടെ നിങ്ങൾ പങ്കെടുത്തു. എനിക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എല്ലാവരെയും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാവേ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നിൻ തിരുമുൻപിൽ ജപമാലയേന്തി അമ്മേ ഞാനും പ്രാർത്ഥിക്കുന്നു. കണ്ണീരിലലിയുന്ന കനിവിൻ്റെ അമ്മേ, കൈവിടാതെന്നെ കാത്തിടണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. നൊമ്പരമേറുമ്പോൾ അമ്മേ താങ്ങായി നീ വരണേ. നെഞ്ചകം വിങ്ങുമ്പോൾ അമ്മേ കൂട്ടായി നീ വരണേ. നിറയുമൻ മിഴികളിൽ നീറുമീ വേളയിൽ സ്വാന്തനമായി ആശ്വാസമായി അമ്മേ നീ വരണേ. സ്വാന്തനമായി ആശ്വാസമായി അമ്മേ നീ വരണേ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. I would like to reflect on the theme Mary, the Virgin of Virgins. Mary had chosen to live as a virgin. Human love expressed through marital love was not chosen by her. As she freely offered her entire love to her Creator, her life was dedicated to give herself entirely to God. Her response, "I do not know man," signals her modest and chaste attitude towards her chosen life. Her sinless nature and the singular privilege of becoming the mother of God's Son was granted to her by her Creator. Lifted Mary's pure virginity to the highest level of humanity, next to the divinity. She is the perfect example of human cooperation to God's love. Behold, I am the handmaid of the Lord. May it be done to me according to your word. Was not only Mary's perfect fiat to God's request, but a model for all who dedicated their love and life to God by imitating her virginity. Mary was guided for birth by the Holy Spirit to remain as a pure and spotless vessel for the birth of our Lord. Our Lady's virginity was not simply a physical matter, but a matter of heart.
which disposed her more suitably for her role in God's plan. Mary's physical virginity is a symbol of a virginity of heart. She is a true model of our faith. What better example could we have? Faithfulness of heart, true and faithful submission of God's will. Like Mary, we all have our unique part to play in God's plan, and our disposition to be open and pure of heart is essential if we all are to flourish as God's children. Let us nurture purity of heart in our daily events and situations of life and strive to become pure and blameless for her dear Son Jesus. Mary, the Virgin of Virgins, pray for us. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ അന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മമാർ എപ്പോഴും മാതൃകയാക്കേണ്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2 വാക്ക്. വൃദ്ധരായ ജോവാക്കുവിനും അന്നയ്ക്കും അവരുടെ വാർദ്ധക്യത്തിലാണ് ഒരു മകൾ ജനിച്ചത്. അവൾക്ക് അവർ മറിയം എന്ന് പേര് നൽകി. മറിയം എന്നാൽ രാജകുമാരി എന്നർത്ഥം. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ വളർന്നു വന്നു. തിരുവെഴുത്തുകളെ ഹൃദയത്തിലും മനസ്സിലും ധ്യാനിച്ചവളാണ് പരിശുദ്ധ മറിയം. ഉറച്ച വിശ്വാസവും ഹൃദയത്തിൽ ഒരു സംശയവുമില്ലാത്ത ഒരുവളെയാണ് രക്ഷകന്റെ അമ്മയാവുവാൻ പിതാവായ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തത്. രക്ഷകന്റെ അമ്മയായും സഭയുടെ മാതാവായും നിത്യകന്യകയായും പരിശുദ്ധ മറിയത്തെ നമ്മൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിന്റെ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മാതാവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ദൈവം രൂപപ്പെടുത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ഉപമയുടെ പേരാണ് പരിശുദ്ധ കന്യാമറിയം. കർത്താവ് ലോകജനതയ്ക്കായി നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആദ്യത്തെ സക്രാരിയും സ്വർഗത്തിലേക്കുള്ള ഗോവണിയുമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് ആദ്യം സംബോധന ചെയ്തത് സ്വന്തം ഇളയമ്മയായ എലിസബത്താണ്. രണ്ടാമത്തെ ഹവ്വായാണ് പരിശുദ്ധ അമ്മ. വിനയവും എളിമയും താഴ്മയും ക്ഷമയും കൈമുതലായ പരിശുദ്ധ അമ്മയെ നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ജപമാല കയ്യിലേന്തുന്ന കുടുംബങ്ങളെ അമ്മ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല.
പാപ സാഹചര്യത്തിൽ നിന്നും ഒപ്പം സാത്താനെതിരെ പോരാടാനും ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. എപ്പോഴും ആശ്രയിക്കുവാൻ നമുക്ക് ഒരമ്മയുണ്ട് എന്നത് വലിയൊരു ആശ്വാസമാണ്. മക്കളായ നമ്മുടെ ഭാഗ്യമാണ് പരിശുദ്ധ അമ്മ. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോടുള്ള ഒരു സ്തുതിഗീതം. പരിശുദ്ധ കന്യാമറിയമേ, എന്നിൽ കനിയേണമെന്നും കരുണാനിധേ, ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഉലകത്തിൽ മിന്നും കെടാവിളക്കാണു നീ, ഏഴകൾക്കാശ്വാസദായികയേ. ഉലകത്തിൽ മിന്നും കെടാവിളക്കാണു നീ, ഏഴകൾക്കാശ്വാസദായികയേ. സുഹൃദത്തിൻ റാണി ജപമാലരാജ്ഞി, സുഹൃദത്തിൻ റാണി ജപമാലരാജ്ഞി, നിന്നെ നമിച്ചിടുന്നു. പരിശുദ്ധ കന്യാമറിയമേ, എന്നിൽ കനിയേണമെന്നും കരുണാനിധേ, ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. No man can leave us alive, journeying through life alone. Since we are most loved by Mother, Jesus gave us His own. Be with us, Mary, along the way, guide every step we take. Lead us to Jesus, your loving Son. Come with us, Mary, come. When Jesus met rejection, Mary stood by the cross. How can a mother adore a son? She was so stand by us. Be with us, Mary, along the way, guard every step we take. Lead us to Jesus, your loving Son. Come with us, Mary, come. Come with us, Mary, come with us, Mary, come with us, Mary, come. ഞാൻ മാതാവിനെ കുറിച്ച് 4 വാക്യങ്ങൾ പറയാൻ പോകുന്നു. അടിപതറാത്ത വിശ്വാസവും അസ്തമിക്കാത്ത പ്രത്യാശയുടെയും പ്രതീകമായ സ്ത്രീയാണ് പരിശുദ്ധ മറിയം. ഹൃദയം കൊണ്ട് കാണുകയും സ്നേഹം കൊണ്ട് ഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവവേദത്തിന് സമർപ്പിക്കുന്ന, കലവറ കൂടാതെ നൽകുന്ന പരിശുദ്ധ ത്രിത്വമാണ്. സ്ത്രീത്വത്തിൻ്റെ മൗഢോദാഹരണമാണ് നമ്മുടെ ദൈവജന്യായ ദൈവകൃപയുടെ അമ്മയായ മറിയം. സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണതയും മാതൃത്വത്തിൻ്റെ ശക്തിയും മനുഷ്യവർഗത്തിൻ്റെ വിമോചനവും പ്രത്യക്ഷമായി കാണാം. ദൈവഹിതത്തിന് സ്വയം പൂർണ്ണമായി സമർപ്പിച്ച് സ്ത്രീത്വത്തിന് ശാപമോക്ഷം നൽകിയ
സ്ത്രീരത്നമാണ് നമ്മുടെ മറിയം. ക്രിസ്തുവിലേക്കുള്ള വിരൽ ചൂണ്ടിയാണ് മറിയം. ക്രിസ്തുവിൻ്റെ നമ്മുടെ ഉത്തമ മാതൃകയും ക്രിസ്തുവിൻ്റെ മുമ്പിൽ മധ്യസ്ഥയുമായ നമ്മുടെ വരപ്രസാദ പൂർണ്ണയായ മറിയം ഈ അമ്മ വഴി തന്നെ സമീപിക്കുന്ന സകലർക്കും അനുഗ്രഹം വാരി വിതറി രക്ഷകനായ അമ്മയിലൂടെ നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകനിലൂടെ നമ്മെ ഇന്നും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. ക്രോവീന്മാർ പേരും രേഖമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ. ക്രോവീന്മാർ പേരും രേഖമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ. കാൽ കുഴയുമ്പോൾ ആശ്രയം നീയേ, അംബികേ ഞങ്ങൾക്കേകണമേ. കാൽ കുഴയുമ്പോൾ ആശ്രയം നീയേ, അംബികേ ഞങ്ങൾക്കേകണമേ. അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. എൻ്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കൃപ നിറയും പ്രശാന്തരാണി, മതി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിന്റെ ജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തരാണി, മതി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിന്റെ ജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. എൻ്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. മംഗളവാർത്തയിൽ ഗബ്രിയേൽ ദേവദൂതന് പ്രത്യുത്തരമരുളിയ പരിശുദ്ധ അമ്മ ഈ വചനത്തെ ജീവിതശൈലിയായി സ്വീകരിച്ചു. പിന്നീട് തിടുക്കത്തിൽ തന്റെ ഇളയമയായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി അബിയ കുടുംബത്തിലേക്ക് മറിയം കടന്നു പോകുന്നതായി നാം കാണുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് മറിയം തന്റെ സ്തോത്രഗീതത്തിൽ ഉദ്ഘോഷിച്ചു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന മഹാനായ ശിമിയോന്റെ പ്രവചനത്തെ ഏറ്റുവാങ്ങിയ അമ്മയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്ന വാളിന്റെ മൂർച്ച ഏറെ വലുതായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കെ ബെത്ലഹേമിലേക്കുള്ള യാത്ര, കാലിത്തൊഴുത്തിലെ പുത്രന്റെ ജനനം, ഈജിപ്തിലേക്കുള്ള പലായനം, ജീവിത പങ്കാളിയുടെ വേർപാട്, 30-ാം വയസ്സിൽ പുത്രൻ യാത്ര യോജിച്ച് ദൈവിക കാര്യങ്ങൾക്കായി പോകുന്ന രംഗം, പുത്രനെ ഏറ്റെടുക്കേണ്ടി വന്ന തിരസ്കാരവും കുറ്റപ്പെടുത്തലും,
കാൽവരിയിൽ പുത്രനെ അതിദാരുണമായ രീതിയിൽ കണ്ടെത്തുന്നത്. പുത്രന്റെ ശരീരം സ്വന്തം മടിയിൽ ഏറ്റെടുക്കുന്നത് വരെ നീണ്ടുനിന്നു ആ വാളിന്റെ മൂർച്ച. അവിടെയെല്ലാം അമ്മ കർത്താവിന്റെ ദാസി തന്നെയായിരുന്നു. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ വെച്ച് വിശുദ്ധ യോഹന്നാനിലൂടെ മറിയത്തെ നമുക്ക് അമ്മയായി ലഭിച്ചു. അങ്ങനെ നസ്രത്തിലെ തിരുകുടുംബത്തിലെ നായികയായ പരിശുദ്ധ മറിയം നമ്മുടെ എല്ലാം അമ്മയും മധ്യസ്ഥയും വഴികാട്ടിയും സഹായിയുമായി. ആ നല്ല അമ്മയുടെ മക്കളായി ജീവിക്കുവാനും അമ്മ ഏറ്റുപറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലിഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയ ആ നിമിഷം മുതൽ ആ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി മാറിക്കഴിഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ ഊപ്പുകൈകളുമായി ഞാനിതാ നിൽക്കുന്നു. അമ്മ മഹനീയമായ പദം, സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഉദാത്ത മാതൃക. അമ്മയെക്കുറിച്ച് പറയുവാൻ വാക്കുകളേറെ. ഏതു കണ്ണുകളാണ് അമ്മയെ കാണാൻ ആഗ്രഹിക്കാത്തത്? ഏതു കാതുകളാണ് അമ്മയെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെയാണെങ്കിൽ സ്വർഗീയ മധ്യസ്ഥയായ കന്യാമറിയം നമ്മോട് കൂടെ ഉണ്ടെങ്കിലോ എത്ര ആനന്ദദായകം. ലൂക്ക 1:46. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതെ, വസന്തത്തിലെ പനിനീർ പോലെ, ലെബനോൺ താഴ്വരയിലെ ലില്ലിച്ചെടി പോലെ അവൾ മഹത്വപൂർണയാണ്. അവളെ സ്മരിക്കുന്നത് തേനിനേക്കാളും അവളെ സ്വന്തമാക്കുന്നത് തേൻ കട്ടയേക്കാളും മാധുര്യമാണ്. മറിയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ സ്വരക്ഷകയാണ്, സ്വർലോക രാജ്ഞിയാണ്. അതുപോലെ തന്നെ സ്നേഹം ശ്വസിച്ച്, സ്നേഹത്തിൽ നീരാടി, സ്നേഹം പാനം ചെയ്ത്, സ്നേഹവസ്ത്രം ധരിച്ച് സ്നേഹമായി മാറിയ മറിയം. ആ അമ്മയെ നമുക്കും സ്വന്തമാക്കാം. അതെ, ഈ COVID-19 കാലഘട്ടത്തിൽ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ സൽഗുണങ്ങളായ എളിമ, വിനയം, സ്നേഹം, സാഹോദര്യം ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആ അമ്മയെ നമുക്കും എതിരേൽക്കാം. ആ അമ്മയോട് കൂടെ നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി മാതാവേ. Praise the Lord. My name is Shanti Jinesh from St. Alphonsa Church, Malaysia. I am deeply thankful to each and everyone for giving opportunity to talk about on the life of Mother Mary. Mary was born into a devotee Jewish family in Galilee. Her parents were Saint Joachim and Saint Anne, whom Catholic tradition says that angels visited separately to inform that Anne was expecting Mary. Mary's parents dedicated her to God in a Jewish temple when she was 3 years old. By the time Mary was about 12 or 13 years, historians believe that she was engaged to Joseph, a devout Jewish man. It was during Mary's engagement that she learned through an angelic visitation of the God's plan for her to serve as Jesus Christ's mother on earth. Mary responded with faithful obedience for God's plan despite the personal challenges that it is presented to her. The Virgin Mary is known by many names such as Blessed Virgin, Mother of God, Our Lady, Mother Mary, Queen of Angels, Queen of Sorrows, and Queen of Humans. Mary serves as the patron saint of all human beings, watching over with motherly care. Mary is considered to be the patron saint of all humanity, and I pray that Mary looks over all of us and take away all worries and distress. Once again, thank you everyone.
ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയായി ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, എന്നെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, എന്നെ സ്നേഹത്തിൽ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മണ്ണിൽ കൊളുത്തിയ ദീപമാകാൻ, നിന്ദാപരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിന്ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ, നിന്നെ പാരിനു നൽകുവാനായി നീ ഭാരങ്ങളെന്തും ചുമക്കാൻ, നിന്നെ പാരിനു നൽകുവാനായി നീ എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, എന്നെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, എന്നെ സ്നേഹത്തിൽ നിഴലാക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ ഗാഗുൽത്തായിലെ കുരിശിൻ ചുവട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. സ്വർഗം വിളിച്ചു പറയുന്നു, ദൈവപിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റിയ അവിടുത്തെ ഹൃദയത്തിൽ ചേർന്ന പ്രിയപുത്രി മറിയം. ഇവൾ എങ്ങനെയാണ് ലോകത്തിന്റെ മുഴുവനും അമ്മയായി തീർന്നത്? ലോകത്തിൽ ഇന്നുവരെയും ഒരു സ്ത്രീയും കേട്ടിട്ടില്ലാത്തതും എന്നാൽ എല്ലാ സ്ത്രീകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു അഭിസംബോധനം. ദൂതൻ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ടയുടൻ അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയ മറിയം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്യങ്ങൾ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിനു വേണ്ടി രക്ഷയുടെ കവാടം തുറന്നുകൊടുത്തു. മറിയം വചനം മനനം ചെയ്ത് ജീവിതമാക്കി മാറ്റി. അവൾ ഉദിച്ചുയർന്ന പ്രഭാത നക്ഷത്രമായി, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി. കാത്തിരുന്നവർ അവളെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞവർക്ക് അവൾ ലോകരക്ഷകന്റെ അമ്മയായി. മറിയം ദൈവത്തിന്റെ മുമ്പിൽ കണ്ടെത്തിയ കൃപ അവളെ കൊണ്ടെത്തിച്ചത് കാൽവരി കുരിശിൻ ചുവട്ടിലാണ്. അവിടെയാണ് ആ സമർപ്പണം പൂർണ്ണമാകുന്നത്. സ്വന്തം ഹിതം ബലി കഴിച്ച് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി സമർപ്പണ ജീവിതം നയിച്ചവളാണ് മറിയം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് വിപരീത സാഹചര്യത്തിലും നാം വിശ്വാസം അർപ്പിച്ച ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. നാം സമ്മതം മൂളിയ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുക. അതിനുവേണ്ടി ജീവിതം തന്നെ തന്നെ ബലിയായി അർപ്പിക്കുക. മറിയം നൽകുന്ന സന്ദേശം ഇതാണ്. ഓരോ ദിവസവും കൃപയിൽ വളർന്ന് സമ്പൂർണ്ണ സമർപ്പണ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, നീറുന്ന മനസ്സങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിത കേഴും നമ്മെ. കേൾക്കേണേ രോദനങ്ങൾ, നൽകേണേ നൽവ
ഞങ്ങൾ നിന്നിവ്യസുനുവെങ്കിൽ ചേർക്കേണേ മക്കളെ നീ നിത്യസഹായമാതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ ഗാഗുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. സ്വർഗം വിളിച്ചു പറയുന്നു, ദൈവപിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റിയ അവിടുത്തെ ഹൃദയത്തിനു ചേർന്ന പ്രിയപുത്രി മറിയം. അവൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ മുഴുവനും അമ്മയായി തീർന്നത്? ലോകത്തിൽ സ്ത്രീയും കേട്ടിട്ടില്ലാത്തതും എന്നാൽ എല്ലാ സ്ത്രീകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു അഭിസംബോധനം. ദൂതൻ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടയുടൻ അവൾ ആകെ അസ്വസ്ഥതയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയ മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷയുടെ കവാടം തുറന്നുകൊടുത്തു. മറിയം വചനത്തെ മനനം ചെയ്ത് ജീവിതമാക്കി മാറ്റി. അവൾ ഉദിച്ചുയർന്ന പ്രഭാത നക്ഷത്രമായി, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി. കാത്തിരുന്നവർ അവളെ തിരിച്ചറിഞ്ഞവർക്ക് അവൾ ലോകരക്ഷിതാവിൻ്റെ അമ്മയായി. മറിയം ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ടെത്തിയ കൃപ അവളെ കൊണ്ടെത്തിച്ചത് കാൽവരി കുരിശിൻ ചുവട്ടിലാണ്. അവിടെയാണ് സമർപ്പണം പൂർണ്ണമാകുന്നത്. സ്വന്തം ഹിതം ബലി കഴിച്ച് ദൈവത്തിന് കീഴ്വഴങ്ങി സമർപ്പിത ജീവിതം നയിച്ചവളാണ് മറിയം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏത് വിപരീത സാഹചര്യത്തിലും നാം വിശ്വാസം അർപ്പിച്ച ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. നാം സമ്മതം മൂളിയ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക. അതിനുവേണ്ടി സ്വന്തം ജീവിതം ബലിയായി നൽകുക. മറിയം ഇതാണ് നൽകുന്ന സന്ദേശം. ഓരോ ദിവസവും കൃപയിൽ കൂടുതൽ വളർന്ന് സമ്പൂർണ്ണ സമർപ്പിത ജീവിതം നയിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.